ഹായ്, ഞാൻ ഡോക്ടർ ജാതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആർട്ടീരിയോസ്ക്ലെറോസിസ്, അതായത് രക്തധമനികളിൽ കൊളസ്ട്രോൾ മറ്റു വസ്തുക്കളും അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ധമനികളിലേക്ക് ഓക്സിജനും പോഷകാഹാരങ്ങളും വഹിക്കുന്ന രക്തക്കുഴലുകൾ സഞ്ചരിക്കുന്നു. എന്നാൽ രക്തക്കുഴലുകൾ കട്ടിയുള്ളതും കടുപ്പമുള്ളതുമാകുമ്പോൾ ചിലപ്പോൾ അവയവങ്ങളിലേക്കും ടിഷ്യൂകളിലേക്കുമുള്ള രക്തപ്രവാഹം പരിമിതപ്പെടുന്നു. ആരോഗ്യമുള്ള ധമനികൾ വഴക്കമുള്ളതും ഇലാസ്റ്റിക്കുമാണ്. കാലക്രമേണ ധമനികളിലെ ഭിത്തികൾ കഠിനമാകും. ഈ അവസ്ഥയെ ധമനികളുടെ കാഠിന്യം എന്ന് വിളിക്കാം. രക്തധമനികളുടെ ഭിത്തികളിലും കൊളസ്ട്രോളും മറ്റു വസ്തുക്കളും അടിഞ്ഞുകൂടുന്നു. ഈ രൂപവത്കരണത്തിനെ പ്ലാക്ക് എന്നാണ് വിളിക്കുന്നത്. കാലക്രമേണ ധമനികൾ ഇല്ലാതാകുകയും രക്തയോട്ടം തടയുകയും ചെയ്യുന്നു. രക്തം കട്ട പിടിക്കാനുമുള്ള സാധ്യതയും ഏറുന്നു. രോഗലക്ഷണങ്ങൾ. നേരിയ തോതിലെ അതെറോസ്ക്ലെറോസിസ് സാധാരണയായി ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഒരു ധമനി അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ്, ഓർഗൻസ് അല്ലെങ്കിൽ അവയവത്തിനും ടിഷ്യൂവിനും മതിയായ ബ്ലഡ് നൽകാൻ കഴിയാത്ത വിധം ഇടുങ്ങിയതോ അടഞ്ഞതോ ആകുന്നത് വരെ ലക്ഷണങ്ങൾ സംഭവിക്കില്ല. രക്തം കട്ട പിടിച്ച് രക്തയോട്ടം പൂർണ്ണമായും തടയുന്നു. ഭാവിയിൽ കട്ട പിളർന്ന് ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഉണ്ടാക്കാം. ഹൃദയധമനിയിലാണ് ബാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചുവേദനയോ സമ്മർദ്ദമോ ഉണ്ടാകുന്നു. മസ്തിഷ്കത്തിലേക്കുള്ള ധമനിയെയാണ് ബാധിക്കുന്നതെങ്കിൽ കൈകളിലേക്കോ കാലുകളിലേക്കോ ഉള്ള ബലഹീനത, മരവിപ്പ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, പക്ഷാഘാതം ഉണ്ടായേക്കാം. കണ്ണിൻ്റെ ധമനിയെയാണ് ബാധിക്കുന്നതെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടേക്കാം. കൈകളിലെയോ കാലുകളിലെയോ ആണ് ബാധിക്കുന്നതെങ്കിൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉണ്ടാകുന്നു. വൃക്കകളിലേക്കുള്ളതാണ് ബാധിക്കുന്നതെങ്കിൽ വൃക്ക തകരാറിലായേക്കാം. നെഞ്ചുവേദന, അഞ്ചൈന, കാലുവേദന, ക്ലോഡിക്കേഷൻ പെയിൻ, കാഴ്ച പ്രശ്നങ്ങൾ, മരവിപ്പ്, ബലക്ഷയം അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കുക. ധമനിയുടെ ആന്തരിക പാളിക്ക്, അതായത് ഇന്നർ ലെയറിന് ഉണ്ടാകുന്ന കേടുപാടിൽ നിന്ന് അല്ലെങ്കിൽ പരിക്കിൽ നിന്ന് ആണ് ഇത് ആരംഭിക്കുന്നത്. കേടുപാട് ഉണ്ടാകുന്ന കാരണങ്ങളും പലതാകാം. ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന ട്രൈഗ്ലിസറൈഡ്സ്, ഉയർന്ന കൊഴുപ്പ്, പുകവലി, പുകയില ഉപയോഗങ്ങൾ, പ്രമേഹം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അമിതവണ്ണം, അജ്ഞാതമായ കാരണത്തിൽ നിന്നും സന്ധിവാതം, ലൂപ്പസ്, സോറിയാസിസ് എന്നിങ്ങനെയും ധമനികളുടെ ആന്തരിക ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവിടെ കോശങ്ങളും മറ്റു വസ്തുക്കളും വന്ന് പരിക്കേറ്റ സ്ഥലത്ത് ശേഖരിക്കപ്പെടും. ആന്തരിക ഭിത്തിയിൽ രേഖപ്പെടുന്ന ധമനികളിൽ കാലക്രമേണ ഉണ്ടാകുന്ന കാഠിന്യം കാരണത്താൽ പല കോംപ്ലിക്കേഷൻസും നമുക്ക് ഉണ്ടാകാം. അതായത് കൊറോണറി ആർട്ടറി ഡിസീസ്. ഹൃദയധമനികളിലാണെങ്കിൽ അത് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാക്കുന്നു. കിഡ്നികളിലാണെങ്കിൽ കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്നു. കരോട്ടിഡ് ആർട്ടറി ഡിസീസ്, അതായത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് പ്രശ്നമുണ്ടായാൽ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്കും പക്ഷാഘാതവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെരിഫറൽ ആർട്ടറി ഡിസീസ്, കൈകളിലേക്കോ കാലുകളിലേക്കോ ഉള്ള രക്തധമനികൾക്കാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ, കൊഴുപ്പടിഞ്ഞുകൂടുന്നതെങ്കിൽ, അതെറോസ്ക്ലെറോസിസ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്നതാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ്. ഒരുപാട് കാലത്തേക്ക് ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂസ് നശിക്കുകയും ഗാംഗ്രീൻ ഉണ്ടാകുകയും അതിൽ ഇൻഫെക്ഷൻസ് വന്ന് സെപ്സിസ് ഉണ്ടാകാനുമുള്ള സാധ്യത ഏറെയാണ്. എങ്ങനെ പ്രതിരോധിക്കാം? ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക, പുകവലി ഉപേക്ഷിക്കുക, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ഉൾപ്പെടുത്തുക, പതിവായി വ്യായാമം ചെയ്യുക, ഭാരം ആരോഗ്യകരമായി നിലനിർത്തുക, ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് അത്യാവശ്യം, കൊളസ്ട്രോളും പ്രമേഹവും കൺട്രോളിൽ നിർത്തുക, പരിശോധിക്കുക, പരിപാലിക്കുക. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.